സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തൈറിസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് തൈറിസ്റ്റേഴ്സ് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. തൈറിസ്റ്റേഴ്സിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പായിട്ട് SCR എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് SCR എന്നുള്ളതാണ്? SCRന്റെ മുഴുവൻ രൂപമായിട്ട് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്നാണ്. സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്നാണ് SCRന്റെ പൂർണ്ണരൂപം. ഇതിൽ സിലിക്കൺ എന്നുള്ള വസ്തുവിനെ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ സിലിക്കൺ എന്നുള്ളത് അതിന്റെ കൺസ്ട്രക്ഷനെ സൂചിപ്പിക്കുന്നു. റെക്ടിഫയർ എന്നുള്ളത് അതിന്റെ ആപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്നു. കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ റെക്ടിഫയർ കൺട്രോൾഡും ഉണ്ട്, അൺകൺട്രോൾഡും ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ പഠിച്ച എല്ലാ റെക്ടിഫയറും അൺകൺട്രോൾഡ് ആണ്. ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ റെക്ടിഫയർ എല്ലാം തന്നെയും അൺകൺട്രോൾഡ് ആണ്. അപ്പൊ ഇവിടെ SCR ഉപയോഗിക്കുക. SCR എന്ന് പറഞ്ഞാൽ തന്നെയും അത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. സിലിക്കൺ എന്നുള്ള പേര് നമ്മൾ പറഞ്ഞു, സിലിക്കൺ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടാണ്. സിലിക്കൺ അതിലുണ്ട്, അതുകൊണ്ടാണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് SCRന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെക്ടിഫയർ ആപ്ലിക്കേഷൻ ആണ്. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ACയെ DC ആക്കാനുള്ള സംഭവമാണ്. അപ്പൊ ഇതാണ് 1956 വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു ഈ SCRന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പോ 1957 ആയപ്പോഴത്തേനും അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ്, ഒരു മോഡൽ അവരുണ്ടാക്കി. എന്നിട്ടൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ അടുത്ത വർഷം 1958 അവർ ഉണ്ടാക്കുന്നത്. ബെൽ ലബോറട്ടറീസ് ആണ് ആദ്യമായിട്ട് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ 1958 ആയപ്പോഴത്തേനും ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മൾ SCR എന്നുള്ള കാര്യം. നമ്മുടെ ഹെഡിങ് എഴുതിയിട്ടുള്ളത് തൈറിസ്റ്റേഴ്സ് ആണ്. അപ്പൊ SCRും തൈറിസ്റ്ററും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് വരാം. അപ്പോ ഏറ്റവും ആദ്യമായിട്ട് തൈറിസ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SCR ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, തൈറിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഫാമിലി നെയിമാണ്. ഒരു ഫാമിലി നെയിമാണ് തൈറിസ്റ്റർ എന്ന് പറയുന്നത്. ആ ഫാമിലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ് നമ്മുടെ SCR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ SCRനെ ആദ്യം തന്നെ പഠിക്കാനുള്ള കാരണം. ഇനി SCRനെ പോലെ തന്നെയുള്ള SCRന്റെ അതേ സ്വഭാവമുള്ള മറ്റാളുകളുണ്ട്. അപ്പൊ SCRനെ പോലെയുള്ള SCRന്റെ ഐഡന്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബാക്കി സെമി കണ്ടക്ടർ ഡിവൈസസ് ഉണ്ടെങ്കിൽ അതിനെയും നമുക്ക് ഈ കൂട്ടത്തിൽ ചേർത്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അവരെല്ലാവരും തന്നെ എന്തായിരിക്കും? SCRനെ പോലെയുള്ള സ്വഭാവമായതുകൊണ്ട് അവരെയും നമുക്ക് തൈറിസ്റ്റർ ഫാമിലിയിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പൊ ആരൊക്കെയാണ് SCRനെ പോലെ സ്വഭാവമുള്ള മറ്റ് സെമി കണ്ടക്ടർ ഡിവൈസസ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ട്രയാക്ക്, നമ്മൾ ആ സിലബസ് പറഞ്ഞപ്പോൾ ഒരു ട്രയാക്കിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ ഡയാക്ക് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ആ കാര്യം നമ്മൾ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ GTO ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം നമുക്ക് അതത് സ്ഥലങ്ങളിൽ ആവശ്യാനുസരണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ RCT, അതുപോലെ SCS, ഇങ്ങനെ തുടങ്ങിയിട്ട് ചില ഐഡന്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് SCRുമായിട്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരേപോലെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്ന ചില പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന സംഭവങ്ങൾക്കാണ് നമ്മൾ തൈറിസ്റ്റേഴ്സ് എന്ന് പറയാം. ഇവയെല്ലാം കൂടെ ഉൾപ്പെടുന്ന സംഭവങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? തൈറിസ്റ്റേഴ്സ്. ഈ തൈറിസ്റ്റേഴ്സ് എന്നുള്ള പേര് പിന്നീട് ഒരു 1963 തോന്നുന്നുണ്ട് തൈറിസ്റ്റേഴ്സ് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു പേര് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. തൈർ എന്നുള്ള പേരും ഈസ്റ്റർ എന്നുള്ള പേരും. പണ്ട്, ഇപ്പൊ നമ്മൾ പഠിക്കുന്നില്ല, തൈറട്രോൺ ട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. തൈറട്രോൺ ട്യൂബ്. അതേപോലെ തന്നെ ട്രാൻസിസ്റ്ററിനെ പറ്റി നമുക്കറിയാം. ട്രാൻസിസ്റ്ററിനെ പറ്റി നമുക്കറിയാം. അപ്പൊ ഈ തൈറട്രോൺ ട്യൂബിന്റെ തൈറും ട്രാൻസിസ്റ്ററിന്റെ ഈസ്റ്ററും ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുള്ളത്? തൈറിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പേരുണ്ടാക്കിയിട്ടുള്ളത്. 1963 തൈറിസ്റ്റർ എന്നുള്ള പേര് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ? തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, തൈറട്രോൺ ട്യൂബിന്റെ സ്വഭാവങ്ങളുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതേപോലെ ട്രാൻസിസ്റ്ററിന്റെ കൺസ്ട്രക്ഷൻ ഏതാണ്ട് ട്രാൻസിസ്റ്ററിനെ പോലെയാണ്. അപ്പോ തൈറട്രോൺ ട്യൂബിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ട്രാൻസിസ്റ്ററിന്റെ കൺസ്ട്രക്ഷനെ പോലെയും ഉള്ളത് കൊണ്ട് അത് രണ്ടും കൂടി ചേർന്നൊരു പേര് തൈറിസ്റ്റർ എന്നുള്ള പേര് കൊടുത്തു.
ഇതിനുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഈ തൈറിസ്റ്റർ എന്ന് പറഞ്ഞ ഒരൊറ്റ ഡിവൈസിന് പറയുന്ന പേരല്ല, പകരം ഒരുപാട് ഡിവൈസസിന്റെ ഒരു ഗ്രൂപ്പിനെ, ഒരു ഫാമിലി നെയിം എന്നൊക്കെ പറയാം, അതിനെ പറയുന്ന പേരാണ്. ആ ഫാമിലിയിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് കണ്ടെത്തിയതാണ് SCR. SCRനെ പോലെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ് ട്രയാക്കും, ഡയാക്ക്, GTO, RCT, SCS തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് തൈറിസ്റ്റർ എന്നുള്ള കാര്യം, തൈറിസ്റ്റേഴ്സിന്റെ പൊതു സ്വഭാവം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഇനി പറയാനിരിക്കുന്നുള്ളൂ. അപ്പൊ തൈറിസ്റ്റർ എന്ന് പറഞ്ഞ പേരെങ്ങനെ വന്നു? അത് ഒരു കൂട്ടം പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ്. എന്താണ് അവയുടെ പ്രത്യേകത? അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് തൈറട്രോൺ ട്യൂബിന്റെ സ്വഭാവവും ട്രാൻസിസ്റ്ററിന്റെ കൺസ്ട്രക്ഷനും ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ചേർത്ത് തൈറിസ്റ്റർ എന്നുള്ള പേര് വിട്ടു. ആദ്യമായിട്ട് ഈ കൂട്ടത്തിൽ വന്നത് കണ്ടുപിടിച്ചത് ആരെയാണ്? SCRനെയാണ്. സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. പിന്നീട് അതുപോലെയുള്ള മറ്റു പല സംഭവങ്ങളും അതേ സ്വഭാവമുള്ള മറ്റു പല പവർ സെമി കണ്ടക്ടർ ഡിവൈസസിനെയും കണ്ടുപിടിച്ചു. അതിൽ പെട്ടതാണ് ട്രയാക്ക്, ഡയാക്ക്, GTO, RCT, SCS തുടങ്ങിയിട്ടുള്ളതെല്ലാം തന്നെ. അപ്പൊ ഇത് ഓരോ കാര്യങ്ങളും ബ്രീഫായിട്ട് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവങ്ങൾ, അങ്ങനെയുള്ള വളരെ ബ്രീഫായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ തൈറിസ്റ്റർ എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി. ഇനി ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻപൊക്കെ SCR മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലേ? പിന്നീട് ഒരു 1963 പറഞ്ഞ തൈറിസ്റ്റർ എന്നുള്ള പേരുള്ളത്. എങ്കിലും നമ്മൾ തൈറിസ്റ്റർ എന്ന് പറയുന്ന പേര് SCR നമ്മൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് SCR മാത്രമല്ല ഉൾപ്പെടുക. SCR ഉണ്ട്, ട്രയാക്ക് ഉണ്ട്, ഡയാക്ക് ഉണ്ട്, GTO ഉണ്ട്, RCT ഉണ്ട്, SCS ഉണ്ട്. ഇവരുടെ എല്ലാം കൂട്ടത്തിനെയാണ് തൈറിസ്റ്റർ എന്ന് പറയാ. എങ്കിലും ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ SCRന് പകരം തൈറിസ്റ്റർ എന്നുള്ള പേര് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ ബുക്കുകളിലോ അല്ലെങ്കിൽ ഡിസ്കഷനിലൊക്കെ തൈറിസ്റ്റർ എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാക്കുക? SCRനെ ഉദ്ദേശിച്ചാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? അപ്പോ തൈറിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കുടുംബത്തിൽ SCRും ട്രയാക്കും, ഡയാക്കും, GTOയും, RCTയും, SCSും അടക്കമുള്ള സെമി കണ്ടക്ടർ ഡിവൈസസ് ഉണ്ടെങ്കിൽ കൂടി SCRനെ പലപ്പോഴും നമ്മൾ ചില പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗത്തിനെ ആ കുടുംബത്തിന്റെ പേര് കൊടുത്തുകൊണ്ട് നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ? ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗത്തിന് ആ കുടുംബത്തിന്റെ പേര് കൊണ്ട് നമ്മൾ വിളിക്കാറുണ്ട്. അതുപോലെ തൈറിസ്റ്റർ ഫാമിലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള, ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച സെമി കണ്ടക്ടർ ഡിവൈസ് ആയിട്ടുള്ള SCR, ആ SCR ആയതുകൊണ്ട് SCRനെ പലപ്പോഴും നമ്മൾ തൈറിസ്റ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഇവരുടെയൊക്കെ പ്രത്യേകത, മിക്കവാറും തൈറിസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 അതിലധികമോ PN ജംഗ്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. 3, അത് 1963 നമ്മൾ തൈറിസ്റ്റേഴ്സ് എന്നുള്ള പേര് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അത് പേര് കൊടുത്തത്, നാമകരണം നടത്തിയത്, അതുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തിയത് എന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും. IEC എന്ന് പറയും, ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ. അവർ നടത്തിയിട്ടുള്ള ഒരു കോൺഫറൻസിൽ അവർ ഒരു തീരുമാനം എടുത്തു, ആരൊക്കെ നമ്മൾ തൈറിസ്റ്റേഴ്സ് എന്ന് വിളിക്കണം എന്നുള്ളത്. തൈറിസ്റ്റേഴ്സ് എന്ന് വിളിക്കാൻ അർഹതയുള്ളത് 3 അതിലധികമോ 3 or more PN ജംഗ്ഷൻസ് ഉള്ളവയായിരിക്കണം. നമുക്കറിയാം, ഒരു ഡയോഡിനെ സംബന്ധിച്ച് ഒരൊറ്റ PN ജംഗ്ഷനേ ഉള്ളൂ, ഒരു P, ഒരു N, അതിൻ്റെ ഇടയ്ക്ക് ഒരു PN ജംഗ്ഷൻ. എന്നാൽ തൈറിസ്റ്റർ എന്ന് പറയുമ്പോൾ 3 അതിലധികമോ PN ജംഗ്ഷൻസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ തൈറിസ്റ്റേഴ്സിൽ പെട്ട ഏത് ഡിവൈസ് ആണെങ്കിൽ തൈറിസ്റ്റർ എന്നുള്ള പേര് വിളിക്കണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? അവയ്ക്ക് 2 സ്റ്റേബിൾ സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കണം. ഒന്ന് ഓൺ സ്റ്റേറ്റും മറ്റേത് ഓഫ് സ്റ്റേറ്റും. അതായത് ഒരു സ്വിച്ച് പോലെ ഓൺ ആകാനും ഓഫ് ആകാനും സാധിക്കണം. അപ്പൊ ഈ 2 കണ്ടീഷൻസ്, അത് മാത്രമല്ല ഓണിൽ നിന്ന് ഓഫ് ആവാനും ഓഫിൽ നിന്ന് ഓൺ ആവാനും അതിനും കഴിയണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും കഴിയണം. അപ്പൊ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നെങ്കിലാണ് അന്നത്തെ ആ ഒരു കോൺഫറൻസിൽ അവർ വിളിച്ചത് തൈറിസ്റ്റർ എന്ന്. അപ്പൊ നമ്മൾ പറയും, തൈറിസ്റ്റർ എന്നൊരുത്തനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു സെമി കണ്ടക്ടർ ഡിവൈസിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താ? ഒന്നാമത്തെ കണ്ടീഷൻ 3 അതിലധികമോ PN ജംഗ്ഷനുകൾ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? അതിനകത്ത് എന്താണ്? എത്ര സ്റ്റേബിൾ സ്റ്റേറ്റ്? 1 ആണോ 2 ആണോ? യെസ്, 2 സ്റ്റേബിൾ സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കണം. 2 സ്റ്റേബിൾ സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റും. യെസ്, ഈ ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റും ഉണ്ടായാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? ഓഫിൽ നിന്ന് ഓൺ സ്റ്റേറ്റിലേക്കും ഓണിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്കും, അതായത് തൈറിസ്റ്ററിനെ ഓഫായ നിലയിലുള്ള തൈറിസ്റ്ററിനെ
ഓൺ ആക്കാനും അതുപോലെ ഓൺ ആയിട്ട് നിൽക്കുന്ന തൈറിസ്റ്ററിനെ ഓഫ് ആക്കാനും എന്ത് ചെയ്യണം, സാധിക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ അതിനെ തൈറിസ്റ്റർ എന്ന് വിളിക്കുമെന്നാണ് ആ ഒരു കോൺഫറൻസിൽ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മളൊന്ന് ബ്രീഫ് ചെയ്യാണ്. തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി, ഒരു ഗ്രൂപ്പ് ഓഫ് പവർ സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ പേരാണ്. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള മെമ്പറാണ് SCR. അതുകൊണ്ട് പലപ്പോഴും SCRനെ തൈറിസ്റ്റർ എന്നും വിളിക്കാറുണ്ട്. പിന്നീട് തൈറിസ്റ്റർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ 2 കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ 3 അതിലധികമോ PN ജംഗ്ഷൻസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടായിരിക്കണം, ഒരു ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റും. ആ ഓഫും ഓണും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കണം എന്നുള്ളതാണ്. നമുക്ക് തൈറിസ്റ്റേഴ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കാം. പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് തൈറിസ്റ്റേഴ്സ്, നമ്മൾ പറഞ്ഞിരുന്നു. അത് ഉപയോഗിക്കുന്നത് പവർ കൺട്രോൾ ആപ്ലിക്കേഷൻസിനാണ്. AC സിസ്റ്റത്തിലും DC സിസ്റ്റത്തിലും നമ്മൾ തൈറിസ്റ്റേഴ്സിന് ഉപയോഗിച്ചുകൊണ്ട് പവർ കൺട്രോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇൻസ്റ്റന്റ് ഓഫ് കൺട്രോളിങ്, എവിടെ മുതൽ കൺട്രോൾ ചെയ്യണം, അതായത് നമുക്കൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ ആ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യണോ, ഔട്ട്പുട്ടിൽ എത്തുമ്പോൾ ആ സിഗ്നൽ മുഴുവനായിട്ട് വേണമോ, അല്ലെങ്കിൽ എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം, 30 ഡിഗ്രി കഴിഞ്ഞിട്ട് മതിയോ, 60 ഡിഗ്രി കഴിഞ്ഞിട്ട് മതിയോ, അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവും. ഒരു കാര്യം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക, ഇൻസ്റ്റന്റ് ഓഫ് കൺട്രോളിങ്, എത്ര ആംഗിൾ കഴിഞ്ഞിട്ടാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളത് പോസിബിൾ ആണ്. ഡയോഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇതിനെ പലപ്പോഴും കൺട്രോൾഡ് ഡിവൈസസ് എന്ന് വിളിക്കാനുള്ള കാരണം. ഡയോഡ് എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ഡിവൈസ് ആണ്. അപ്പൊ തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ഡിവൈസ് ആണ്. നമുക്ക് ഇൻസ്റ്റന്റ് ഓഫ് കൺട്രോളിങ് ക്യാൻ ബി കൺട്രോൾഡ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും ഔട്ട്പുട്ട് പവറും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? കാരണം ഇൻസ്റ്റന്റ് ഓഫ് കൺട്രോളിങ്, എവിടെ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിന്റെ മേലെ ഔട്ട്പുട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. ഔട്ട്പുട്ടിന്റെ ഏതെല്ലാം പോർഷൻസ് വരണം. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾഡ് ആയി. ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് കൺട്രോൾഡ് ആയി. ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടും കൺട്രോൾഡ് ആണെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ കൺട്രോൾഡ് ആയി. പിന്നെ നമ്മൾ പറഞ്ഞു 3 അതിലധികമോ PN ജംഗ്ഷൻസ് വേണം. സാധാരണഗതിയിൽ തൈറിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ കോമൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു PN ആണ്. എന്ന് പറഞ്ഞാൽ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ, പിന്നെ ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ, വീണ്ടും ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ, വീണ്ടും ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ എത്ര ജംഗ്ഷൻ ഉണ്ടാകും? ഈ Pക്കും Nനും ഇടയിൽ ഒരു ജംഗ്ഷൻ, വീണ്ടും ഈ Nനും Pക്കും ഇടയിൽ ഒരു ജംഗ്ഷൻ, വീണ്ടും ഈ Pക്കും Nനും ഇടയിൽ ജംഗ്ഷൻ. എത്ര ജംഗ്ഷൻ ആയി? 1, 2, 3 ജംഗ്ഷൻ പോസിബിൾ ആണ്. അപ്പോ തൈറിസ്റ്റർ എന്ന് പറഞ്ഞ 3 അതിലധികമോ PN ജംഗ്ഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. സാധാരണഗതിയിൽ 3 PN ജംഗ്ഷൻസ് ആണ്. അതിന്റെ പേരാണ് തൈറിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ കോമൺ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം തൈറിസ്റ്റർ ഫാമിലിയിലുള്ള എല്ലാവർക്കും PN ജംഗ്ഷൻ ഉണ്ടാവണം സാധാരണഗതിയിൽ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് തൈറിസ്റ്റർ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് SCR, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ അതിന്റെ ഒരു PN സ്ട്രക്ചർ ആണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇതിനകത്ത് ഒരു P ടൈപ്പ്, N ടൈപ്പ്, P ടൈപ്പ്, N ടൈപ്പ്. ഇതിന് നമുക്ക് 4 ലെയറുകളാണെന്ന് പറയാം. 4 ലെയർ ആണ്. കാരണം എത്ര ലെയറാ? ഒരു 2 P 2 N, 4 ലെയർ ആണ്. അതുപോലെ മുകളിലൊരു ആനോഡ് എന്ന് പറയുന്ന ടെർമിനൽ, താഴെ കാഥോഡ് എന്ന് പറയുന്ന ടെർമിനൽ. അതേപോലെ ഇവിടെ ഉള്ളിലുള്ള P, ഇന്നർ P, ഇത് ഔട്ടർ P, ഇത് ഔട്ടർ N, ഇത് ഇന്നർ N, ഇത് ഇന്നർ P. ഈ ഇന്നർ Pയിൽ ഒരു ടെർമിനൽ, ഗേറ്റ് എന്ന് പറയുന്ന ഒരു ടെർമിനൽ. അപ്പൊ 4 ലെയർ ഉണ്ട്. അതേപോലെ 3 ടെർമിനൽസ് ഉണ്ട്. 3 ടെർമിനൽസ്, 4 ലെയർ, 3 ടെർമിനൽ. അതുപോലെ എത്ര ജംഗ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. ഇവിടെ ഒരു PN ജംഗ്ഷൻ J1, ഇവിടെ ഒരു PN ജംഗ്ഷൻ J2, ഇവിടെ ഒരു PN ജംഗ്ഷൻ J3. ഇങ്ങനെ 3 PN ജംഗ്ഷനുകൾ ഉണ്ട്. സോ 4 ലെയർ, 3 ടെർമിനൽ, 3 ജംഗ്ഷൻ ഡിവൈസ് എന്ന് നമുക്ക് എന്ത് പറയാം? ഈ SCRനെ വിളിക്കാം. ഓക്കെ, സോ SCR ഇസ് എ 4 ലെയർ, 3 ടെർമിനൽ, 3 ജംഗ്ഷൻ ഡിവൈസ്. ഇനി മറ്റൊരു കാര്യം, ഇതിന്റെ എങ്ങനെയാണ് സിമ്പൽ എങ്ങനെയാണെന്നുള്ളതാണ്. സാധാരണ ഒരു ഡയോഡിന്റെ സിമ്പൽ ഇങ്ങനെയാണ്. ഇവിടെ ആനോഡ്, ഇവിടെ കാഥോഡ്, ഇവിടെ ഒരു ഗേറ്റ് ടെർമിനലും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഗേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കാം. ഓക്കെ, ഗേറ്റ്.
അപ്പോൾ ആനോഡ് കാഥോഡ് കൊടുത്താൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യുക? സാധാരണഗതിയിൽ ഒരു ഡയോഡിനെ ക്രോസ് ആയിട്ട് ആനോഡിനും കാഥോഡിനെ ക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വോൾട്ടേജ് കൊടുക്കും. അങ്ങനെയാണ് അല്ലേ? ഇവിടെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൺട്രോളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺട്രോളിംഗ് പോസിബിൾ ആണ് എന്ന് പറഞ്ഞിരുന്നു. ഈ കൺട്രോളിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വോൾട്ടേജ് എങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡിനും കാഥോഡിനും ഇടയിലാണ് നമ്മുടെ ഫോർവേഡ് വോൾട്ടേജ്. നമ്മുടെ ഡയോഡ് ആണെങ്കിലും SCR ആണെങ്കിലും അത് വർക്ക് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഫോർവേഡ് വോൾട്ടേജ് ആയിരിക്കണം. അപ്പൊ ഫോർവേഡ് വോൾട്ടേജ് കൊടുക്കുന്ന എവിടെയാണ്? ആനോഡിനും കാഥോഡിനും ഇടയിലാണ്. അപ്പൊ നമ്മളൊരു ആ ഡിവൈസിലേക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആനോഡിനും കാഥോഡിനും ഇടയിൽ വരും. അതേപോലെ കാഥോഡിനും ഗേറ്റിനും ഇടയിലാണ്. കാഥോഡിനും ഗേറ്റിനും ഇടയിലാണ് നമ്മുടെ ഗേറ്റ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത്. ഗേറ്റ് വോൾട്ടേജ് എന്താ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുന്നത്? ഗേറ്റ് വോൾട്ടേജ് കൊടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗേറ്റ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ച് എന്ത് ചെയ്യും? ട്രിഗറിങ് നടക്കും. അപ്പൊ എന്താണ് ട്രിഗറിങ്, എന്താണ് ഫയറിങ്, എന്താണ് കൺട്രോളിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക SCR എന്ന് പറഞ്ഞാൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. എന്തുകൊണ്ടാണ് ആ പേര് വരാനുള്ള കാരണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നീട് SCR എന്ന് പറഞ്ഞാൽ ഒരു 4 ലെയർ 3 ടെർമിനൽ 3 ജംഗ്ഷൻ ഡിവൈസ് ആണ്. അതിന്റെ സിമ്പല് ഈ പറഞ്ഞ രീതിയിലാണ്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നർ P ലെയറിലേക്കാണ് കൊടുക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. 3 ജംഗ്ഷനുകളുണ്ട്. സാധാരണ ഒരു PN ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ PN ജംഗ്ഷൻ ഡയോഡ് നമ്മൾ പറയാം. ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഇത് ആനോഡും ഇത് കാഥോഡും ആണെങ്കിൽ നമുക്ക് പറയാം ഒന്നാമത്തത് ഒരു പിയും ഇതൊരു എന്നും ആണെങ്കിൽ അതിന്റെ ഇടയിൽ ആകെ ഒരു ഈ J എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു PN ജംഗ്ഷൻ സിംഗിൾ യൂണി ജംഗ്ഷൻ ആണ് സാധാരണ ഡയോഡ് എന്ന് പറയുന്നത്. P എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ. നമുക്കറിയാം P ടൈപ്പ് എന്താണ്, N ടൈപ്പ് എന്താണ് എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാധാരണ ഒരു സബ്സ്ട്രേറ്റ്, സാധാരണ ഒരു സെമി കണ്ടക്ടർ. ഒരു സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. എന്താ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? 14ാമത്തെ ഗ്രൂപ്പിലുള്ള ഏത് എലമെന്റിനെ എടുത്താലും സാധാരണഗതിയിൽ എടുക്കുക സിലിക്കണും ജെർമേനിയവുമാണ്. അതാണ് അബൻഡന്റ് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിൽ കാണപ്പെടുന്നത്. സിലിക്കണും ജെർമേനിയം. അവയുടെ പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ അവയുടെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു. ഈ 4 ഇലക്ട്രോണുകൾ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കുന്നു. ഈ 4 ഇലക്ട്രോണുകൾ ഒരു ക്രിസ്റ്റൽ, ഒരു സിലിക്കൺ ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു സിലിക്കൺ നടുവിലുണ്ടാകും. അതിന്റെ ചുറ്റുമുള്ള ബാഹ്യതമ ഷെല്ലിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 4 ഇലക്ട്രോണുകളും തൊട്ടപ്പുറത്തുള്ള ഓരോ സിലിക്കന്റെയും അവസാനത്തെ ഷെല്ലിലെ ഓരോ ഇലക്ട്രോൺ വീതം ഒരു പെയർ ഉണ്ടാക്കി കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഇതൊക്കെ നമ്മൾ അവിടെ പഠിച്ചത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രം, അതിലേക്ക് കിടക്കുന്നേയില്ല. അങ്ങനെ സിലിക്കൺ മാത്രമുള്ള ഒരു ക്രിസ്റ്റലിന് സെമി കണ്ടക്ടറിനെ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നു. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടർ. ആ ക്രിസ്റ്റലിനകത്ത് സിലിക്കൺ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ജെർമേനിയം മാത്രമാണെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നു. അതേസമയം 13ാമത്തെ ഗ്രൂപ്പിലുള്ള 13th ഗ്രൂപ്പ് എലമെന്റ്, ബോറോണോ അലൂമിനിയം ഒക്കെ പോലെയുള്ള 13ാമത്തെ ഗ്രൂപ്പിലുള്ള ഒരു എലമെന്റിനെ നമ്മൾ ഒരു ഇംപ്യൂരിറ്റി ആയിട്ട് നമ്മൾ ഈ 14ാമത്തെ ഗ്രൂപ്പിലുള്ള സിലിക്കണിലേക്കോ അല്ലെങ്കിൽ ജെർമേനിയത്തിലേക്കോ ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് സിലിക്കൺ മാത്രം 14ാമത്തെ ഗ്രൂപ്പിലെ ഒന്നുകിൽ സിലിക്കണോ അല്ലെങ്കിൽ ജെർമേനിയോ മാത്രമുള്ള ഒരു ക്രിസ്റ്റലിലേക്ക് നമ്മൾ 13ാമത്തെ ഗ്രൂപ്പിലെ ബോറോണിനെയോ അലൂമിനിയത്തെയോ ആഡ് ചെയ്യാണ് എന്ന് വിചാരിക്കുക. അപ്പോ ആ സെമി കണ്ടക്ടർ ഇൻട്രിൻസിക് അഥവാ പ്യുവർ സെമി കണ്ടക്ടർ അല്ലാതെയായി മാറും. അപ്പൊ അവിടെ സംഭവിക്കുന്നത് അത് എക്സ്റ്റൻസിക് സെമി കണ്ടക്ടർ ആയിട്ട് മാറും. എക്സ്റ്റേണൽ ഒരു ആയിട്ടുള്ള ഒരാളെ നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നു. നേരത്തെ ഇൻട്രിൻസിക് അവിടെ ഉള്ളിലുള്ള ആ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 13ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയി അതിലേക്ക് മിക്സ് ചെയ്തു. ആ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയും ഇംപ്യൂരിറ്റിയെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഡോപ്പിംഗ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ 13ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെയാണ് 14ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റിലേക്ക് ആ ഇൻട്രിൻസിക് പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അത് P ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ട് മാറുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ടാണ്.
സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ടാണ്, ചാലകത അഥവാ ഇലക്ട്രിസിറ്റിയെ വൈദ്യുതിയെ കടത്തിവിടുന്ന അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 15ാമത്തെ ഗ്രൂപ്പ് ഉണ്ട് അപ്പുറത്ത്, നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത് പോലെയുള്ള അത് നൈട്രജനെയോ ഫോസ്ഫറസിനെയൊക്കെ നമ്മൾ ഈ 14ാമത്തെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ സിലിക്കൺ മാത്രമുള്ള ഒരു ക്രിസ്റ്റലിലേക്ക് നമ്മൾ ഫോസ്ഫറസിനെ 15ാമത്തെ ഗ്രൂപ്പിലുള്ള ഫോസ്ഫറസിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ട് മാറുന്നു. കാരണം കൊണ്ടുവരുന്ന 15ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റിന്റെ പ്രത്യേകത അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടാകും. അപ്പോൾ ഒരു ഇലക്ട്രോൺ എക്സസ് ആകും. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ആ നെഗറ്റീവ് ചാർജ് കാരണം എൻ ടൈപ്പ്, എൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അതേസമയം 13ാമത്തെ ഗ്രൂപ്പിലാണെങ്കിൽ 3 ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട്, ഡെഫിഷ്യൻസി ഉണ്ട്. അതൊരു ഹോള് അഥവാ പോസിറ്റീവ് ആയിട്ട് മാറും. കാരണം സിലിക്കണ് 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതേസമയം 13ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റിന് 3 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അവ രണ്ടും ചേരുമ്പോൾ 3 ഇലക്ട്രോണുകൾ മാത്രമേ പേരാവുള്ളൂ. ഒരു ഇലക്ട്രോൺ പേരാവാനില്ല. അപ്പോൾ ഒരു ഹോളാണ് ഉള്ളത്. ആ ഹോള് പോസിറ്റീവ് ചാർജ്, അതുകൊണ്ട് പി ടൈപ്പ്. ഇതൊക്കെ നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സിൽ പഠിക്കുന്ന കാര്യമാണ്. ജസ്റ്റ് അതൊന്ന് പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ടാണ് ഇതിന്റെ ചിത്രം പോലും ഇവിടെ വരയ്ക്കാത്തത്. ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ സമയമെടുക്കും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. എങ്കിലും അത് സൂചിപ്പിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പഠിക്കുന്നതാണ്, അല്ലെ? അപ്പോ അവിടെ നമ്മൾ പറയാറുണ്ട് 15ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെ നമ്മൾ ഡോണർ ആറ്റം എന്ന് വിളിക്കാറുണ്ട്. കാരണം അവ ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. 13ാമത്തെ ഗ്രൂപ്പിലുള്ളവയെ നമ്മൾ അക്സെപ്റ്റർ ആറ്റം എന്ന് വിളിക്കാറുണ്ട്. കാരണം അത് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നു. അങ്ങനെ പി എൻ ജംഗ്ഷൻ ഉണ്ടാകുന്നു. പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പി ടൈപ്പും എൻ ടൈപ്പും ഒരു സബ്സ്ട്രേറ്റിന്റെ, ഇപ്പൊ ഇതിൽ സിലിക്കൺ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഇതിനെ പകുതി ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടേക്ക് നമ്മൾ സിലിക്കണിലേക്ക് ആരെ ആഡ് ചെയ്യുന്നു? 13ാമത്തെ ഗ്രൂപ്പിലുള്ള ബോറോൺ ആഡ് ചെയ്യുന്നു. അപ്പൊ അതെന്തായിട്ട് മാറി? പി ടൈപ്പ് ആയിട്ട് മാറി. ഇവിടെയും സിലിക്കൺ മാത്രമേ ഉള്ളൂ. ഇവിടേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്തു? 15ാമത്തെ ഗ്രൂപ്പിലെ ഫോസ്ഫറസിനെ അല്ലെങ്കിൽ നൈട്രജനെ ആഡ് ചെയ്തു. അപ്പൊ അതെന്തായിട്ട് മാറി? എൻ ടൈപ്പ് ആയിട്ട് മാറി. അപ്പൊ പി എൻ എന്ന് പറയുന്ന 2 ടൈപ്പുകൾ സബ്സ്ട്രേറ്റിൽ ഉണ്ടായി. അപ്പൊ പി എൻ ജംഗ്ഷൻ ഉണ്ടായി. അതാണ് സാധാരണ പി എൻ ജംഗ്ഷൻ ഡയോഡ്. നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഇവിടെ 3 പി എൻ ജംഗ്ഷനുകൾ ഉണ്ട്. 4 ലെയറുകളുണ്ട്, 3 ടെർമിനലുകളുണ്ട്. അപ്പൊ ഇതാണ് SCR എന്ന് പറയുന്നത്. SCRന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ള കാര്യം ഇനി പഠിക്കണം. അപ്പോ SCRന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, 4 ലെയറുകളുണ്ട്. ഈ 4 ലെയറുകൾക്ക് 3 ടെർമിനലുകളുണ്ട്. ആനോഡ്, കാഥോഡ്, ഗേറ്റ്. ഇതിന് 3 ജംഗ്ഷനുകളുണ്ട്. J1, J2, J3 എന്ന് നമ്മൾ അതിനെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിന്റെ സിമ്പൽ, ഡയോഡിന്റെ സിമ്പലിലേക്ക് ഗേറ്റ് കൂടെ ആഡ് ചെയ്തതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് SCRുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ SCR എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മളിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SCR ആണ്. SCRന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ എക്സ് ആക്സിസിൽ വോൾട്ടേജ്, ആനോഡ് വോൾട്ടേജ് പോസിറ്റീവും നെഗറ്റീവും, അതുപോലെ വൈ ആക്സിസിൽ ആനോഡ് കറണ്ട് പോസിറ്റീവും നെഗറ്റീവും, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു സ്വിച്ച് നമുക്കറിയാം. SCR എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൈറിസ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ഓൺ സ്റ്റേറ്റും ഒരു ഓഫ് സ്റ്റേറ്റും ഉണ്ടാവും. ഓഫിൽ നിന്ന് ഓണിലേക്കും ഓണിൽ നിന്ന് ഓഫിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്വിച്ചിന്റെ കേസ് നമുക്ക് പറയാൻ പോവാണ്. നോക്കി, ഇവിടെ ഞാനൊരു സ്വിച്ചിന്റെ കാര്യം പറയാൻ പോവാണ്. നമ്മുടെ കയ്യിലൊരു സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സ്വിച്ച് ഓപ്പൺ സ്വിച്ച് ആണ്. ഇവിടെ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു, V എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൊടുത്തു. V എന്ന് പറയുന്ന വോൾട്ടേജ് ഓപ്പൺ സ്വിച്ച് ആക്കി വെച്ചാൽ ഈ വോൾട്ടേജ് മൊത്തം ഏതിനെ ക്രോസ് ആയിട്ട് വരും? നമ്മുടെ സ്വിച്ചിനെ ക്രോസ് ആയിട്ട് വരും. ശരിയല്ലേ? അതായത് നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്നു, സ്വിച്ച് ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് മൊത്തം എവിടെ വരും? സ്വിച്ചിന് അക്രോസ് ആയിട്ട് വരും. അതേസമയം അപ്പോൾ സ്വിച്ചിന് അക്രോസ് ആയിട്ട് ഓപ്പൺ കണ്ടീഷനിൽ, ഓപ്പൺ സ്വിച്ച് ആണ്, ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഓഫാണ്. ഓഫായിട്ട് നിൽക്കുമ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണോ സപ്ലൈ വോൾട്ടേജ് കൊടുത്തത് അതേ സപ്ലൈ വോൾട്ടേജ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി കറണ്ടിന്റെ കേസിൽ ആ സമയത്ത് ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഐഡിയലി 0 ആണ്.
പ്രാക്ടിക്കൽ കേസിൽ പറയുകയാണെങ്കിൽ ചെറിയ കറണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ കറണ്ട് അങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ടാവും. സ്വിച്ച് ഇല്ലാണ്ട് ജസ്റ്റ് പാസ്, അങ്ങനെ സ്വിച്ചിന്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പറയാം ഐഡിയലി എന്താണ്, ഐഡിയൽ കേസ് പറയും. ഐഡിയൽ കേസിൽ എന്താ, കറണ്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം എന്താ, നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഇതിൽ കൂടെ ഓപ്പൺ ആകുമ്പോൾ കറണ്ട് പാസ് ചെയ്യില്ല. അപ്പൊ ഇതിൽ കൂടെ കറണ്ട് 0 ആണ്. അതേസമയം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വോൾട്ടേജ് കൊടുക്കുന്നു അത് ഇതിന് ക്രോസ് ആയിട്ട് വരുന്നു. ഇനി നമ്മൾ മറ്റൊരു സ്വിച്ച് കൺസിഡർ ചെയ്യാം. ആ സ്വിച്ചിന്റെ കേസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു, സ്വിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നു. സ്വിച്ച് നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത സപ്ലൈ വോൾട്ടേജ് ഇതിൽ വരില്ല. കാരണം ഇവിടെ ഇത് ഷോർട്ട് ചെയ്ത പോലെയാണ്. സ്വിച്ച് ഓൺ ചെയ്തു എന്ന് പറഞ്ഞാൽ, അഥവാ സ്വിച്ച് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്തു എന്നാ, ഇത് ഏതുപോലെയാണ്, ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെയാണ്. ഇത് ഏതുപോലെയാണ്, ഇതൊരു ഓപ്പൺ സർക്യൂട്ട് പോലെയാണ്. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ഇവിടെ കറണ്ട് ഇതിൽ കൂടെ ട്രെമൻഡസ് കറണ്ട് കടന്നു, കറണ്ട് ഉണ്ടാകും. പക്ഷെ അതേസമയം ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും, വോൾട്ടേജ് 0 ആയിരിക്കും ഐഡിയൽ കേസ്. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ വോൾട്ടേജ് 0 ആണ്. അഥവാ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് വോൾട്ടേജ് 0. അപ്പൊ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്താ നമ്മൾ പറയാ, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സ്വിച്ചിന് ക്രോസ് ആയിട്ട് സ്വിച്ചിൽ വോൾട്ടേജ് ഇല്ല, പക്ഷെ സ്വിച്ച് കൂടെ കറണ്ട് പോകുന്നുണ്ട്. സ്വിച്ച് ഓഫ് ആക്കുമ്പോഴോ, ഓഫ് ആക്കുമ്പോൾ സ്വിച്ചിൽ കറണ്ട് ഇല്ല, സ്വിച്ച് കൂടെ കറണ്ട് പോകുന്നില്ല, പക്ഷെ സ്വിച്ചിൽ എന്തുണ്ട്, വോൾട്ടേജ് അതിന് ക്രോസ് ആയിട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇതേ കാര്യം തന്നെ നമ്മൾ ഏതിൽ അപ്ലൈ ചെയ്യുക, നമ്മളൊരു ഡയോഡിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഒരു ഡയോഡ് നമുക്ക് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഡയോഡ് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നു, ഒരു ഫോർവേഡ് ബയാസ് കൊടുക്കുന്നു. നമുക്ക് ഡയോഡിന്റെ കേസിൽ ഫോർവേഡ് ബയാസ് ആകുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുക. വെറുതെ ഫോർവേഡ് ബയാസ് ആകുമ്പോൾ കണ്ടക്ട് ചെയ്യോ, ഇല്ല. ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ഒരു ഫോർവേഡ്, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ്, ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു നീ വോൾട്ടേജ് എന്നൊക്കെ പറയും. ആ വോൾട്ടേജിനേക്കാൾ കൂടുതൽ വലിയ വോൾട്ടേജ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് കണ്ടക്ട് ചെയ്യും. അപ്പൊ എന്തായാലും എന്ത് വേണം, പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കണം, ഫോർവേഡ് ബയാസ് ചെയ്യണം. ഇവിടെ പോസിറ്റീവും പിയും നെഗറ്റീവും എന്നും അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആരോ ഹെഡിന്റെ ഡയറക്ഷനിൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ ആരോ ഹെഡിന്റെ ഡയറക്ഷനിൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഡയോഡ് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയാ, ഫോർവേഡ് ബയാസ് എന്ന് പറയാം. വോൾട്ടേജ് ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇതിലേക്ക് കൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യും. അപ്പൊ ഇത് ഏതിന് ഇക്വലന്റ് ആണ്, ഇതൊരു ക്ലോസ്ഡ് സ്വിച്ചിന് ഇക്വലന്റ് ആണ്. അതേസമയം നമ്മളൊരു ഡയോഡ്, നമ്മൾ കണക്ട് ചെയ്യുന്ന ബാറ്ററി തിരിച്ചാണ് കണക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് എന്നിലേക്കും നെഗറ്റീവ് പിയിലേക്കും. ഇപ്പൊ ആരോ ഹെഡിന്റെ ഡയറക്ഷനിൽ കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവില്ല, ഒരു ഡയറക്ഷനിലും കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഏതുപോലെയാണെന്ന് പറയാം, ഇതൊരു ഓപ്പൺ സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോ ക്ലോസ്ഡ് സ്വിച്ച് ആകുമ്പോഴും ഓപ്പൺ സ്വിച്ച് ആകുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി. ക്ലോസ്ഡ് സ്വിച്ച് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ നമ്മുടെ ഡയോഡ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സ്വിച്ച് ആണ്. അതേപോലെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ നമ്മുടെ ഡയോഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സ്വിച്ചിന് ഇക്വലന്റ് ആണ്. ഇതേപോലെ തന്നെയാണ് ഇതിന്റെ കേസും തൈറിസ്റ്ററിന്റെ കേസും. തൈറിസ്റ്ററും ഇതുപോലെ തന്നെ, അതിന്റെ ആ ഗേറ്റ് ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഇത് വെച്ചുകൊണ്ടാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ, നമ്മൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം പറയേണ്ടത്. ഇത് ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ.